പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നവാസ് പാലോളി. ഇന്ന് ഞാൻ ഇവിടെ വീഡിയോസിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഈ പാനയിൽ നിന്നും ഒരു സിമൻറ്റ് പാനയിൽ നിന്ന് എനിക്ക് കിട്ടിയ വെള്ളഞ്ഞൊടിയലാണ്. കൂട്ടിലാക്കി നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു ഇനം തേനീച്ചയാണ്. ഞൊടിയൽ തേനീച്ചയിൽ രണ്ട് ഏറ്റവും നിർബന്ധം നമുക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യം വെള്ളഞ്ഞൊടിയലാണ്. നമ്മളെ വീട്ടിൽ കൂട്ടിലാക്കിയിട്ട് നല്ല രീതിക്ക് വളർത്താൻ പറ്റിയ തേനീച്ച ഇനമാണ് വെള്ളഞ്ഞൊടിയൽ. 6 അട വരെ കാണപ്പെടുന്ന ഇനം തേനീച്ചയാണ്. നമ്മളെ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ഏറ്റവും കൂടുതൽ പ്രകൃതിക്ക് നൽകുന്ന ഞൊടിയലാണ്. ഏറ്റവും കൂടുതൽ വിളകൾക്ക് പോളിനേഷൻ നടത്തുന്ന ഇനം തേനീച്ചയാണ് ഞൊടിയൽ തേനീച്ച. ഇന്ത്യയിൽ കാണപ്പെടുന്ന തേനീച്ച ഇനത്തിൽ 5 ഇനം തേനീച്ചകളാണ് നമുക്ക് ഈ പ്രകൃതിയിൽ കാണാൻ പറ്റുക. അതിലൊന്ന് പ്രധാന 4 ഇനം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ബിൽഡിങ്ങിൻ്റെ മുകളിലും കാടുകളിലൊക്കെ ആയിട്ട് ആനച്ചെവിൻ്റെ വലുപ്പത്തിൽ നല്ല 1 മീറ്റർ വരെ നീളത്തിൽ ഒറ്റ അടമ്മൽ വസിക്കുന്ന ഇനം തേനീച്ചയാണ് കാട്ടുതേൻ എന്നറിയപ്പെടുന്ന വലിയ പെരുന്തേൻ എന്ന് പറയും. പിന്നെ നമ്മളെ കോൽ തേനീച്ച, എന്ന് പറഞ്ഞാൽ ചെടി കമ്പുകളിൽ വന്ന് താമസിക്കുന്ന ഒറ്റയടിയിൽ വളരുന്ന ഇന തേനീച്ചയാണ് കോൽ തേനീച്ച. പിന്നെ ഉള്ളത് പറഞ്ഞാൽ മൂന്നാമത്തെ ഐറ്റംസാണ് ഞൊടിയൽ തേനീച്ച. ഞൊടിയൽ തേനീച്ചയിൽ 2 ഇനമുണ്ട്. ഒന്ന് കരിഞ്ഞൊടിയലും ഒന്ന് വെള്ളഞ്ഞൊടിയലും. വെള്ളഞ്ഞൊടിയൽ ഒന്നിൽ കൂടുതൽ 3ൽ കൂടുതൽ 6, 8, 10, 12 അടകൾ കെട്ടി നല്ല രീതിക്ക് വളരുകയും നല്ലോണം തേന് നമുക്ക് നൽകുകയും ചെയ്യുന്നു. ഇതിപ്പോൾ നിങ്ങൾ ഒരു കൂട് ഉണ്ടെങ്കിൽ കൂട്ടിൻ്റെ ഫ്രെയിമിലേക്ക് അട കെട്ടി വെച്ചിട്ട് കൂട്ടിലേക്ക് നമുക്ക് മാറ്റാം. ഇത് ഇന്ന് കിട്ടിയ ഒരു തേനീച്ചയാണ്. പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ തേനീച്ചനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കത്തിച്ച് കളയുക, ആ പ്രവണത നമുക്ക് ഇതിനുണ്ടാവരുത്. അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മളെ ചുമതലയാണ്, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നമ്മളെ ലാഭത്തിന് വേണ്ടി നമ്മളെന്തും ചെയ്യും. പക്ഷേ ഈ പ്രകൃതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് തേനീച്ച എന്ന് പറഞ്ഞാൽ. തേനീച്ച ഭൂമി ലോകത്ത് ഇല്ലെങ്കിൽ നമുക്ക് 4 വർഷത്തിൽ കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് ഗവേഷകരും നല്ല ഇതിനെ റിസർച്ച് നടത്തുന്നവരും പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വിളകൾക്കും പോളിനേഷൻ നടത്തുന്ന തേനീച്ച ഇനമാണ്. അതിൽ ചെറുതേനീച്ച ഉണ്ട്. മീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എല്ലാവരും കരിച്ച് കളയുക ചെയ്യുക. ആയിട്ടുള്ള സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഇനം തേനീച്ചയാണ് ഈ ഞൊടിയലും ചെറുതേനീച്ച. നമുക്ക് നമ്മളെ വീട്ടു പരിസരങ്ങളിൽ കൂടുതലും സുലഭമായിട്ട് കാണപ്പെടുന്ന ഇനം തേനീച്ചയാണ് ഞൊടിയൽ. അന്നേരം ഏറ്റവും നമ്മൾ ആക്രമിക്കാതെയും തീയിടാതെയൊക്കെ സംരക്ഷിച്ചാൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ച മാതിരിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം.